ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി? നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇത്രയും നാൾ നിങ്ങളുടെ വ്യക്തി ആ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചുമ്മാതെ ചിന്തിച്ചു കൂട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കാം. എന്തായാലും ആ ഒരു ചിന്തകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് സിറ്റുവേഷനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ലൈഫിൽ എങ്ങോട്ടാണ് താൻ പോകേണ്ടതെന്നുള്ള ഒരു ലക്ഷ്യബോധം വന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളുമായിട്ട് പിന്നെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതിനു വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി മുന്നോട്ട് വന്നിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തി വളരെയധികം കോൺഫിഡൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ലക്ഷ്യബോധം ഉള്ളതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയി മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവരുടെ കറണ്ട് എനർജി അനുസരിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി വന്നു. അവർക്ക് വർക്കാവാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിന്നായിരിക്കാം ആ ഒരു വ്യക്തി പുറത്ത് കടന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ ആ ഒരു സാഹചര്യം, ആ ഒരു വ്യക്തിക്കുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം, അത് വളരെയധികം ആ ഒരു വ്യക്തിയെ ഭാരപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് അത് ഓവർ ബർഡൻ ആയിരുന്നു, അത് ഓവർ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആ ഒരു വ്യക്തിക്ക്. ഇപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു വ്യക്തി അതെല്ലാം റിലീസ് ചെയ്തു. ഇപ്പോൾ തൻ്റെ ജീവിതത്തിന് ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെല്ലാം റിലീസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള എനർജി നോക്കാം. നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരു സ്റ്റാറിനെ പോലെയാണ് കാണുന്നത്. കാരണം നിങ്ങളാണ് അവർക്കൊരു ഹീലിംഗ് കൊടുത്തതെന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ജീവിതം എന്താണെന്നുള്ളത് പഠിപ്പിച്ചത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഒരു ആത്മാർത്ഥത ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച ജീവിത പാഠങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിയെ പുതിയ ഒരാളാക്കി മാറ്റിയതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സോൾ ഹീലാവുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രതീക്ഷയാണുള്ളത്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മാറി നിന്ന സമയത്ത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്. ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കട്ടെ. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങളോടൊന്ന് തുറന്ന് പറയണം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം ഈ ഒരു വ്യക്തിയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം. അത് കാരണം നിങ്ങളുടെ വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് കാണുന്നത്. അപ്പം അതൊക്കെ നിങ്ങളോടൊന്ന് വന്ന് തുറന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു സമയം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളായിരുന്നു അവരുടെ സ്ട്രെങ്ത് എന്ന്. കാരണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം.
അവരുടെ ഏത് സിറ്റുവേഷനിലും സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു താങ്ങായി തണലായി ഒക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. ചിലപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി പല പല ഹെൽത്ത് ഇഷ്യൂസിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. മെൻ്റലി ഫിസിക്കലി ഒക്കെ ഈ ഒരു വ്യക്തി വളരെയധികം വീക്കാണെന്നാണ് കാണുന്നത്. ഒട്ടും ഊർജ്ജമില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. വളരെയധികം ഡിപ്രസ്ഡാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നതാണ്. എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറായി വന്നിരിക്കുകയാണ്. എന്ത് വിട്ടുവീഴ്ചയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഈ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. കാരണം നിങ്ങളുടെ വാല്യൂ ഓൾറെഡി ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു വ്യക്തി വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിന് ഒരു ഗ്രോത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ്, ഒരു ഫാമിലി ലൈഫ്, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനൊരു ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം എന്നുള്ളത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക്. ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം അത്രയേറെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു സമയത്തൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവുകയില്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ലൈഫിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി സ്വപ്നം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ്, നിങ്ങളുടെ ലൈഫ് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ വരുന്നതും പ്രതീക്ഷിച്ച് വളരെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതും ഈ ഒരു സമയത്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണുമായിട്ട് ഒരു പുതിയ തുടക്കം, ഇത്രയും നാളുള്ളതൊക്കെ അവിടെ വിട്ടിട്ട് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് കുറച്ച് ദേഷ്യമുള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഈ ഒരു പേഴ്സൺ കാണുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണോട് നിങ്ങൾക്ക് ദേഷ്യവുമുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടവും ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ നിങ്ങൾ കാത്തില്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ദേഷ്യവും വാശിയൊക്കെ നിങ്ങൾക്കും കാണുമായിരിക്കാം. നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സണോട്.
ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചുള്ള വിഷമമായിരിക്കാം, ഓർത്തുള്ള വിഷമമായിരിക്കാം, അല്ലെ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച തിരിച്ചടികൾക്കുള്ള വേദനയായിരിക്കാം. എന്തായാലും നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. ഉറക്കത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് എല്ലാം കടന്നു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു ജീവിതം വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയോ അന്ന് തൊട്ടുള്ള കാത്തിരിപ്പായിരിക്കാം നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ്. നമുക്ക് പിന്നെയും ആ ഒരു കാർഡ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു പുതിയ തുടക്കമാണ് ഈ ഒരു പേഴ്സണുമായിട്ട് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. യെസ്, നമുക്ക് കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ വാട്ടർ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ എനർജിയിൽ മൊത്തം ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് നാളത്തെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, പേഴ്സണോടുള്ള ആഗ്രഹം മനസ്സിലിങ്ങനെ കിടക്കുകയല്ലേ. അപ്പം ഓൾറെഡി നിങ്ങൾ ആ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ പോലും അറിയാതെ ആ ഒരു അട്രാക്ഷൻ ഒരു മാനിഫെസ്റ്റേഷനായി മാറുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതും. അതാണ് നമുക്ക് ബോട്ടം എനർജി കിട്ടിയത്. അപ്പം എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കട്ടെ. എന്താണ് യൂണിവേഴ്സിനോട് പറയാനുള്ളത്? ഞാൻ നിൻ്റെ അരികിലേക്ക് എൻ്റെ സ്നേഹവുമായി എത്തുന്നതാണ്. നീ കാത്തിരിക്കുക. നീയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. നിൻ്റെ അരികിലേക്ക് എത്രയും വേഗം എത്തണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം നീ എന്നെ ഒരുപാട് നാളുകളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന്. ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ലല്ലോ, ഞാൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നിട്ട് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷെ നീ മനസ്സിലാക്കുക, ഫ്യൂച്ചറിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ഗ്രോത്തിലേക്ക് വരുന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയമെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് നീ മനസ്സിലാക്കുക. ഒരു കാർഡൂടെ നോക്കാം. നമ്മുടെ റിലേഷൻഷിപ്പിന് എതിരായി നിൽക്കുന്ന സിറ്റുവേഷനെ എല്ലാം ഞാൻ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിനക്ക് വേണ്ടിയും നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സമയം പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് അതൊക്കെയാണ്. ഇനിയും യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കട്ടെ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് കൊടുക്കാനുള്ളത്? ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതുതന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ്. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ്? കാർഡ്സ് കിട്ടുന്നില്ല. നിങ്ങൾ വളരെ ലോ എനർജി ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ ബർഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുക. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് ഈ ഒരു സമയം. അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾ പാസ്റ്റിലെ ലെസൺസ് എല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരിക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡൂടെ നോക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫേസ് അവസാനിച്ച ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഇവിടെ കാണുന്നത്. ഈ ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കട്ടെ. ക്രൈസ് ഓൺ വെഹിക്കിൾസ്, ഫോട്ടോഗ്രാഫി, യെസ് പോസിബിൾ, മിഥുനം, ഏപ്രിൽ മന്ത്, ഈഗോ, മുംബൈ, മൂവീസ്, 1975, രേവതി നക്ഷത്രം, ചിങ്ങം, തുലാം, അവിട്ടം, ഇടവം, 47, ഫ്രൈഡേ, ലെറ്റർ എം, കുവൈറ്റ്, ഇമോഷണൽ, ഷാർജ, 1982, 53, 2000, സെൻസിറ്റീവ്, ലോങ് ഹെയർ, 45, ക്രിക്കറ്റ്, 1999, ട്രിവാൻഡ്രം, തൃശ്ശൂർ, ബ്ലൂ കളർ, ജാനുവരി, 1988, 48. ഇപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്.